നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. ന്യൂസ് 18 വാർത്തയിൽ ഉടനടി നടപടി. വിവാദമായ അങ്കണവാടി ക്ഷേമനിധി ബോർഡ് സിഇഒ നിയമനം പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ചട്ടവിരുദ്ധമായ ഒരു നിയമനവും അംഗീകരിക്കില്ല. ന്യൂസ് 18 രേഖകൾ സഹിതം പുറത്തുവിട്ടത് സർവീസിൽ നിന്ന് വിരമിച്ച ടി ഗോപകുമാറിനെ നിയമിക്കാനുള്ള നീക്കം. മെസ്സി വിവാദത്തിൽ കർക്കശ നിലപാടുമായി സർക്കാർ. കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി. നികുതി വെട്ടിപ്പ് നടന്നു, നഷ്ടമായ തുക ഈടാക്കും. കഴിഞ്ഞ സർക്കാരിന് കൈകഴുകാനാകില്ല. സ്വകാര്യ സ്ഥാപനം അനുമതി കിട്ടിയതെങ്ങനെ എന്ന് ചോദ്യം. റിപ്പോർട്ട് പരിശോധിച്ച് ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണം. 18 കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. റോജി അഗസ്റ്റിന്റെ ജാമ്യമില്ലാ വാറണ്ട് പിൻവലിച്ചു. കേസിന് ആധാരം മരം മുറിച്ചു വിൽക്കാൻ വനം വകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന തടിക്കമ്പനി ഉടമയുടെ പരാതി. എറണാകുളം മഹാരാജാസ് കോളേജ് SFI നേതാവ് അഭിമന്യു വധക്കേസിൽ മുങ്ങി നടന്ന 16 പ്രതികളും ഹാജരായി. വിചാരണയ്ക്കായുള്ള നടപടികൾ നിർണായക ഘട്ടത്തിൽ. വായിച്ചു കേൾപ്പിച്ച കുറ്റങ്ങൾ നിഷേധിച്ച പ്രതികൾ. വിചാരണ തീയതി ഉടൻ തീരുമാനിക്കും. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് ആശ്വാസം. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഹൈക്കോടതി പരിഗണിച്ചത് 7 അപ്പീലുകൾ. തർക്കം തീർക്കാൻ സർക്കാരിന്റെ മധ്യസ്ഥതയാകാമെന്ന് കോടതി. വന്ദേ മാതരം ചൊല്ലി അസാധാരണ നീക്കത്തിലൂടെ ലോക്സഭയുടെ വർഷകാല സമ്മേളനം പിരിഞ്ഞു. പ്രതിപക്ഷത്തെ മിണ്ടാൻ സമ്മതിക്കാതെ സ്പീക്കർ. പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് സഭയിലെത്തി. ബഹളത്തിനിടയിലും രാജ്യസഭ തുടരുന്നു. ലോക്സഭ പിരിഞ്ഞത് സമ്മേളന കാലയളവിൽ ഒരു ദിവസം പോലും സുഗമമായി നടപടികൾ പൂർത്തിയാക്കാതെ. വന്ദേമാതരം ഉത്തരവ് വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച മുഖ്യമന്ത്രി. കേന്ദ്ര കത്ത് ചീഫ് സെക്രട്ടറി ഫോർവേഡ് ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് സർക്കാർ നയം എന്തെന്ന് വ്യക്തമാകുമെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയിൽ ബന്ദ് തുടരുന്നു. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതിൽ പ്രതിഷേധം. ബന്ദിന് ആഹ്വാനം ചെയ്തത് 2000-ലേറെ കന്നഡ സംഘടനകൾ. ദുൽഖർ ചിത്രം ഐ ആം ഗെയിം ഓണത്തിന് വരില്ല. സെപ്റ്റംബർ 3-ന് റിലീസ് ചെയ്യും. പൃഥ്വിരാജ് ചിത്രം ഖലീഫയ്ക്കൊപ്പം റിലീസിംഗ് വേണ്ടെന്ന് തീരുമാനം. കാനഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ചങ്ങനാശ്ശേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് ജെയിംസ് കുട്ടി കുര്യാക്കോസ്. ഇൻഡോ ക്യാൻ റിക്രൂട്ടിംഗ് കമ്പനി ഉടമ, കനേഡിയൻ പൗരത്വമുള്ളയാൾ. ചിങ്ങവനം പോലീസിൽ മാത്രം 55ഓളം കേസുകൾ. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും KB ഗണേഷ് കുമാർ. കേസ് കൊടുക്കില്ല, അനീതി ചെയ്തവർ പുറത്തു പോകണം, മര്യാദകേടുകൾ വിളിച്ചു പറയും. ചോദ്യം ചെയ്യുന്നത് സുകുമാരൻ നായരുടെ ഹുങ്കിനെയാണെന്നും ഗണേഷ് കുമാർ. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നെല്ലിവിള ഭാഗം സ്വദേശി ആദർശ്. അയൽവാസി സുനിൽകുമാർ പോലീസ് പിടിയിൽ. പത്തനംതിട്ട കോന്നിയിൽ അച്ഛന്റെ സഹോദരനെ യുവാവ് ചവിട്ടിക്കൊന്നു. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക. വാർത്തയിലേക്ക് വിശദമായി. UDF സർക്കാരിൽ വീണ്ടും നിയമന വിവാദം. വനിതാ ശിശുവികസന വകുപ്പിൽ വഴിവിട്ട നിയമനത്തിന് നീക്കം നടക്കുന്നതായാണ് പരാതി. അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡ് സിഇഒയ്ക്കായി സർവീസിൽ നിന്ന് വിരമിച്ച കോൺഗ്രസ് അനുഭാവിയെ കൊണ്ടുവരാനാണ് ശ്രമം. ടി ഗോപകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട്
ശിശുവികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. LDF സർക്കാരുകളുടെ കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷം വഴിവിട്ട നിയമനങ്ങളും അതുപോലെ ഇഷ്ടക്കാരെ തിരികെക്കയറ്റലും വകുപ്പുകളിൽ വ്യാപകമായി നടന്നുവന്ന ആരോപണവും ആക്ഷേപവുമാണ് അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷം UDF മുന്നോട്ട് വച്ചത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ വഴിവിട്ട നിയമനങ്ങളിൽ വലിയ പരാതികൾ ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിലാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള അങ്കണവാടി വെൽഫെയർ ഫണ്ട് ബോർഡിൽ CEO നിയമനത്തിലാണ് ക്രമക്കേടിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥനെ, കോൺഗ്രസ് സംഘടനാ നേതാവ് കൂടിയായ വിരമിച്ച ഉദ്യോഗസ്ഥൻ ഗോപകുമാറിനെ CEO സ്ഥാനത്തേക്ക്, വെൽഫെയർ ബോർഡിൻ്റെ CEO സ്ഥാനത്തേക്ക് 1 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ പുനർനിയമിക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. അത് കോൺഗ്രസിൻ്റെ താല്പര്യപ്രകാരം, പാർട്ടി നിലപാട് പ്രകാരമാണ് അത്തരമൊരു നീക്കം നടക്കുന്നതെന്ന് വകുപ്പിലെ കത്തിടപാടുകളിൽ വ്യക്തമാക്കുന്നു. ശിശുവികസന വകുപ്പ് ഡയറക്ടർ, വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക്, ശിശുവികസന വകുപ്പ് ഡയറക്ടർ വിഘ്നേശ്വരി, സ്പെഷ്യൽ സെക്രട്ടറി ഷീബ ചൗധരിക്ക് കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗോപകുമാറെ നിയമിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ കത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ NOC തേടിക്കൊണ്ട്, അനുമതി തേടിക്കൊണ്ടാണ് വിഘ്നേശ്വരി ഇത്തരം ഒരു കത്ത് ഷീബ ചൗധരിന് നൽകിയിരിക്കുന്നത്. നേരത്തെ കൃത്യമായി തന്നെ സർക്കാർ ഉപയോഗിച്ച ചട്ടങ്ങൾ പ്രകാരം ഈ വകുപ്പിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനം നടത്തേണ്ടത്. വനിതാ ശിശു വികസന വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പദവിയിൽ താഴെയില്ലാത്ത ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ തത്തുല്യ പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിലോ വേണം CEO നിയമിക്കേണ്ടതെന്ന ചട്ടങ്ങൾ നിലനിൽക്കുകയാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് പിൻവാതിൽ നിയമനത്തിന് ഇഷ്ടക്കാരനെ തിരികെ കയറ്റാൻ സ്വജനപക്ഷപാതം നിലപാടുമായി വനിതാ ശിശു വികസന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിനകം തന്നെ വകുപ്പിനുള്ളിൽ വലിയ വിവാദമായി ഇത് മാറിക്കഴിഞ്ഞു. തുടർച്ചയായി നിയമന വിവാദങ്ങളിൽപ്പെടുന്ന UDF സർക്കാർ ഇതിലെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. വനിതാ ശിശു വികസന വകുപ്പിലെ CEO നിയമനം പരിശോധിക്കുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചത്. ചട്ടവിരുദ്ധ നിയമനം അംഗീകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 വാർത്തയെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ അല്ല, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. പരിശോധിക്കാം. പരിശോധിക്കാം. നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യുകയില്ല. പരിശോധിക്കാം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് ഗൗരവമായി തന്നെ പഠിക്കുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുൻ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. സ്വകാര്യ സ്ഥാപനത്തിന് എങ്ങനെ അനുമതി കൊടുത്തു? GST വെട്ടിപ്പ് നടന്നു. മുൻ സർക്കാർ അതിന് നോട്ടീസ് നൽകി. പിന്നീട് മരവിപ്പിക്കപ്പെട്ട സ്ഥിതിയുണ്ടായി. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കാൻ നടപടിയുണ്ടാകും. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് പരിശോധിച്ച് പ്രഖ്യാപിക്കും എന്നും VD സതീശൻ പറഞ്ഞു. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ, മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ചില ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെയും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ സർക്കാർ അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ നടന്നു. അന്ന് മെസ്സിയെ കൊണ്ടുവരുന്നതിനായി AFIക്ക് ഡോളർ രൂപത്തിൽ പണം കൈമാറിയപ്പോൾ അതിൽ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 7 മാസം കഴിഞ്ഞ സർക്കാർ തന്നെ മരവിപ്പിച്ചു വെച്ചു എന്നുമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമഗ്രമായ അന്വേഷണം ഈ വിവാദത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര ഏജൻസിക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണോ അതോ സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് അതിന്റെ അന്വേഷണം നടത്തിച്ചാൽ മതിയോ എന്ന കാര്യത്തിലൊക്കെ ഈ വിശദമായ പ്രാഥമിക അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഒരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും നിയമപരമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ പരിഗണനയിലാണ്. പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് അക്കാര്യത്തിലുണ്ട്. അതിന്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത്
ധനകാര്യ വകുപ്പ് നടത്തും. അതേസമയം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നും നിയമപരമായി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതെന്നുമായിരുന്നു മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. ഇല്ല, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലും ഇല്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച എല്ലാ അന്വേഷണവും നിയമപരമായിട്ടേ നടത്തത്തുള്ളൂ. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇപ്പോ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഈ പുതിയ ചർച്ചയ്ക്ക് കാരണമായത്. ആ റിപ്പോർട്ടിന്റെ നിയമപരമായ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. നിയമവിരുദ്ധമായി ആരെയും നിരോധിക്കാനോ നിയമപരമായി ഉള്ള കാര്യങ്ങളിൽ ആരെയും സംരക്ഷിക്കാനോ സർക്കാർ ശ്രമിക്കില്ല. വന്ദേമാതരം വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. കേന്ദ്രം അയച്ച കത്ത് അദ്ദേഹം ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ നയം എന്തെന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ആർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. സെൻസറിംഗ് ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി. ഒരു വാർത്തയും നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. വാർത്ത നീക്കാനുള്ള സ്വാധീനം മെറ്റയിൽ തനിക്കില്ല. മെറ്റയ്ക്ക് സർക്കാർ കത്തെഴുതാം. തന്നെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെടാം. അപ്രഖ്യാപിത നടപടിയാണ്. പ്രധാനമന്ത്രിയോട് മെറ്റ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാർത്ത നീക്കിയതിൽ പരാതി നൽകണം. സർക്കാർ കൂടെ നിൽക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ കൂടെ 3 എണ്ണം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. 2, ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. 3ാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്. ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നാളെ എൻ്റെയും പോകില്ലേ. അതിന് നമുക്ക് ഇടപെടണം. നിങ്ങൾ ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിന്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയ കാര്യത്തിലില്ല. രക്തം കേൾക്കണമെന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം. മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിന്റെ കൂടെ സർക്കാർ ഉണ്ടാവും. PSC പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കുമെന്നും VD സതീശൻ പറഞ്ഞു. MDMAയുമായി പിടിയിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറിയാമെന്ന് മുഖ്യമന്ത്രി. മുഹമ്മദ് ഹുസൈനെയും അബ്ദുൾ സലാമിനെയും നേരിട്ട് തന്നെ അറിയാം.
നവകേരള യാത്രയ്ക്കിടെ പരിക്കേറ്റപ്പോഴാണ് പരിചയപ്പെട്ടത്. പലതവണ നേരിട്ട് കണ്ടു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രവർത്തകനോടുള്ള വാത്സല്യം മാത്രമാണുള്ളതെന്നും തന്റെ സോഷ്യൽ മീഡിയ ടീമിൽ അവരില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി റദ്ദാക്കി. ഓർത്തഡോക്സ് വിഭാഗത്തിന് തിരിച്ചടിയാണ് കോടതി നടപടി. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. പള്ളികളുടെ ഭരണവും കൈവശവും സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് അപ്പീലിൽ ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മധ്യസ്ഥതയ്ക്ക് കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 പള്ളികളുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷം ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ അനുകൂല ഉത്തരവിൽ ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിനാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ ആവശ്യമാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. നേരത്തെ ഓർത്തഡോക്സ് പക്ഷത്തിന് ഇവിടേക്ക് കടന്നു ചെല്ലാനും ആരാധന നടത്താനുമുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിരുന്നത്. ഇപ്പോൾ യാക്കോബായ വിഭാഗം അതിനെ എതിർക്കുകയും റിട്ട് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിട്ട് അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, സർക്കാർ ഇതിൽ ചർച്ചകൾ നടത്തുകയാണ് എന്ന് ഒരു ഭാഗം ഉന്നയിച്ചിരുന്നു. അതിന് അനുകൂലമായി ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇതിൽ ചർച്ചകൾ നടത്താം, അതിന് ഒരു അനുകൂലമായ സമീപനം ഹൈക്കോടതിയും സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. സർക്കാർ ഈ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഏതാണ്ട് 1000-ലധികം പള്ളികളിൽ ഈ രീതിയിലുള്ള ഈ സഭകളുടേതായിട്ടുണ്ട്. അപ്പോൾ ഈ 6 പള്ളികളുടേത് മാത്രമായിട്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ 6 പള്ളികളിൽ തീരുമാനമെടുക്കുമ്പോൾ മറ്റു പള്ളികളിലേക്കും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടക്കമുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നം എന്ന രീതിയിൽ വളർന്നു വരുന്നതിനേക്കാൾ അപ്പുറം ഇത് ഒരു നൂറ്റാണ്ടോളമായി നിലനിൽക്കുന്ന കാര്യം, തർക്കം നിൽക്കുന്നതാണ്. അപ്പോൾ അത് അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ചർച്ചകൾ കൊണ്ട് അത് അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് സഭാധ്യക്ഷന്മാരുമായി, ഇരു സഭകളുടെയും അധ്യക്ഷന്മാരുമായി ഈ ചർച്ചകൾക്ക് തുടക്കമിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടുന്നത് പരിധിയുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇക്കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ അത് തുടരാമെന്ന് കോടതിയും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഇനി തുടർ ചർച്ച എന്ത് എന്നതെല്ലാം തന്നെ സർക്കാർ വ്യക്തമാക്കണം. നിലവിൽ 6 പള്ളികളിലാണ് തർക്കം ഉന്നയിക്കുകയും വന്നിരിക്കുന്നത്. അതിൽ 3 പള്ളികൾ പാലക്കാടും 2 എറണാകുളത്തും 1 പള്ളി കൊല്ലത്തുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു സഭയുടേതടക്കമുള്ള ഭരണഘടന അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടെ ആരാധന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി ആരാധന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആവശ്യമുന്നയിക്കുകയും അത് സിംഗിൾ ബെഞ്ച് അനുവദിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് യാക്കോബായ വിഭാഗം കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ പഴയ സിംഗിൾ ബെഞ്ച് ഉത്തരവ്, ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി അതിന് എതിരെ കൽപ്പിച്ചിരിക്കുന്നത്. യാക്കോബായ വിഭാഗം ഉന്നയിച്ച ആവശ്യം അനുസരിച്ചുകൊണ്ട് പഴയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. സർക്കാരിന് ചർച്ച തുടരാമെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും കെ ബി ഗണേഷ് കുമാർ. അനീതി ചെയ്യുന്നവർ പുറത്തു പോകണം, മര്യാദക്കേടുകൾ ജനമധ്യത്തിൽ തുറന്നു പറയും. സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം നാട്ടുകാർ അറിഞ്ഞാൽ മതി. ജനകീയ കോടതിയിലാണ് കാര്യങ്ങൾ. സുകുമാരൻ നായരുടെ ഹുങ്കിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കേസൊന്നും ആയില്ല, കോടതിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടിയൂരാനുള്ള പരിപാടിയാണ്. അത് വേണ്ട, കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കുന്നതിന് പകരം കാണിക്കുന്ന മര്യാദകേടുകൾ ജനമധ്യത്തിൽ പറയും. നാട്ടുകാരെ അറിഞ്ഞാൽ മതി, ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. അസാധാരണ നീക്കത്തിലൂടെ പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ വന്ദേ മാതരം ചൊല്ലി ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ എത്തി. ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയെങ്കിലും വന്ദേമാതരം ചൊല്ലാൻ സ്പീക്കർ ക്ഷണിക്കുകയായിരുന്നു. വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞതോടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. राष्ट्रगीत वंदे मातरम के सम्मान में खड़े हो जाएं।
പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ബിൽ പാസാക്കി രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. Namaskar, Vanakkam. Papers to be laid on the table. श्रीमान भूपेंद्र यादव जी. आदरणीय सभापति महोदय, आपकी अनुमति से मैं श्री गजेंद्र सिंह शेखावत की ओर से आज के വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, 20 ദിവസം നീണ്ട സെഷനിൽ ഒരു ദിവസം പോലും ശരിയായി സഭാ നടപടികൾ നടന്നിട്ടില്ല. അമിത്ഷാ സഭയിലെത്തണം, ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുണ്ടായില്ല. പക്ഷേ ഇന്ന് സഭയിൽ അമിത്ഷാ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത്? രേണുക, പാർലമെന്റ് മൺസൂൺ സെഷൻ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ലോക്സഭയിൽ അസാധാരണ നടപടിയാണ് ഉണ്ടായത്. ലോക്സഭയിൽ ഇന്ന് രാവിലെ സെഷൻ തുടങ്ങിയ സമയത്ത് തന്നെ പതിവ് പോലെ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഒന്ന് ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നുള്ള ആവശ്യം, രണ്ടാമത്തെ അയോധ്യയിലെ സംഭാവന കൊള്ള വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം. ഇതുപയോഗിച്ച് പ്രതിഷേധമുയർത്തി. ഈ സമയത്ത് തന്നെ സ്പീക്കർ വന്ദേമാതരം ചൊല്ലാൻ വേണ്ടി ക്ഷണിച്ചു. അതോടുകൂടി സഭ നിശബ്ദമായി. വന്ദേമാതരം ചൊല്ലിക്കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് സഭ ഏതെങ്കിലും ഒന്ന് ബില്ലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളോ ഇന്ന് ടേബിൾ ചെയ്തിരുന്നില്ല. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി അറിയിച്ചു. രാജ്യസഭയിൽ ഇന്നലെ ലോക്സഭ ചർച്ച കൂടാതെയാണെങ്കിലും പാസാക്കിയ ഖനന ഭേദഗതി നിയമം, അത് ഇന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ കാര്യമായ ചർച്ച കൂടാതെ പാസാക്കി. അതിനുശേഷം രാജ്യസഭയും പിരിയുകയായിരുന്നു. ഈ ലോക്സഭാ സെക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ലോക്സഭാ സെക്ഷൻ തുടങ്ങി ജൂലൈ 20-ന് തുടങ്ങിയ സെക്ഷനാണ്. ഇതിൽ തുടങ്ങിയ ദിവസം മുതൽ ഈ അവസാനിക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു. സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ലോക്സഭയിൽ ആകെയുള്ള സമയത്തിൻ്റെ, ലോക്സഭയ്ക്ക് അനുവദിച്ചിരുന്ന സമയത്തിൻ്റെ 19% സമയം മാത്രമാണ് ലോക്സഭ ചേരാൻ കഴിഞ്ഞത്. പലപ്പോഴും രാവിലെ 11 മണിക്ക് ചേരും, 12 മണി വരെ നിർത്തിവെക്കും, വീണ്ടും 12 മണിക്ക് ചേരും, 2 മണി വരെ നിർത്തിവെക്കും, 2 മണിക്ക് വീണ്ടും ചേരും, അന്ന് അടുത്ത ദിവസത്തേക്ക് പിരിയും. ഇതായിരുന്നു ലോക്സഭയുടെ ഒരു ക്രമം. ഒരു ദിവസം മാത്രമാണ് മറിച്ച് അത്തരം വിഷയത്തിലൊക്കെ ചർച്ച നടന്നത്. രാജ്യസഭയിലും ഏറെക്കുറെ സമാനമായിരുന്നു. രാജ്യസഭ പക്ഷേ 39% സമയം രാജ്യസഭ ഈ ചേർന്നിട്ടുണ്ട്. ആകെ ചേരേണ്ട സമയത്തിൻ്റെ 12 ബില്ലുകളാണ് പാസ്സാക്കിയതിൽ ഒരു ബില്ലിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടന്നത്. ബാക്കി ബില്ലുകളെല്ലാം തന്നെ ബഹളത്തിനിടെ, ചില ബില്ലുകളൊക്കെ 3 മിനിറ്റ് 4 മിനിറ്റാണ് ആകെ ഒരു ബില്ലിൽ ചർച്ചയും പാസ്സാക്കാനും എല്ലാം കൂടി ആകെ സഭ എടുത്തത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ കാര്യമായ ഒരു ചർച്ചയും കൂടാതെയാണ് നടപ്പാക്കിയത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ അവസാനം വരെയും പ്രതിപക്ഷ നിര ഏറെക്കുറെ ഐക്യത്തോടു കൂടി തന്നെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു. പ്രധാനമായും 2 മുദ്രാവാക്യങ്ങളാണ്. അത് അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നുള്ളതും. അമിത്ഷാ ഈ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിലെത്തിയെങ്കിലും സഭയ്ക്കുള്ളിലേക്ക് അദ്ദേഹം എത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലെത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു മറുപടിയോ ചർച്ചയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ അവസാന ദിവസമെങ്കിലും ചില ഘടകകക്ഷികളുമായി ചർച്ച നടത്തി, DMK അടക്കമുള്ള ചില ഘടകകക്ഷികളുമായി ചർച്ച നടത്തി ഈ മണ്ഡല പുനർനിർണ്ണയ ബില്ല് കൊണ്ടുവരാനുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ആ ബില്ല് സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഇതിനിടെ കേരളത്തെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്ത, കേരള എന്നുള്ള പേര് കേരളം എന്നാക്കുന്ന ബില്ല് പാസ്സാക്കി എന്നുള്ളത് മാത്രമാണ്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വിവാദ ചോദ്യാവലിയിലെ അധ്യാപകന്റെ സസ്പെൻഷനിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. തെറ്റായ ചോദ്യത്തിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. അധ്യാപകന്റെ സസ്പെൻഷൻ ശിക്ഷാ നടപടിയാണോ എന്ന് കോടതി ആരാഞ്ഞു. അധ്യാപകൻ ഗുരുപ്രസാദിന്റെ ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക്. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന കേസിലെ 16 പ്രതികളും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായി. പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം പുതുതായി ഉൾപ്പെടുത്തിയതടക്കമുള്ള കുറ്റപത്രം കോടതി ഇന്ന് പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം പ്രതികൾ കോടതിയിൽ നിഷേധിച്ചു. അഭിമന്യു വധക്കേസിലെ 16 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. പുതുതായി ചേർത്തിട്ടുള്ള വകുപ്പ്, അതായത് IPC 323 ആയിരുന്നു പുതുതായി പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം പുതുതായി ചേർക്കാൻ കോടതി അനുമതി നൽകിയത്. ആ വകുപ്പ് കൂടി വായിച്ചു കേൾപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പുതുതായി ഒരു വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചേർത്താൽ അത് പ്രതികൾ നേരിട്ട് ഹാജരായി വായിച്ചു കേൾക്കണമെന്നുള്ളതാണ് നടപടിക്രമം. അതിനായി കഴിഞ്ഞ തവണയും കോടതി എല്ലാ പ്രതികളോടും ഹാജരാകണമെന്ന് കർശനമായി നിർദ്ദേശിച്ചതാണ്. പക്ഷേ പ്രതികളാരും കഴിഞ്ഞ തവണ ഹാജരായിരുന്നില്ല. അതിൽ
വലിയ വിമർശനമാണ് കോടതി മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, അഭിമന്യുവിൻ്റെ കുടുംബവും 8 വർഷമായിട്ട് ഒറ്റത്തവണ മാത്രമാണ് പ്രതികൾ കോടതിയിൽ ഹാജരായെന്നുള്ള കുടുംബവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഇന്ന് മുഴുവൻ പ്രതികളും ഹാജരാക്കണമെന്ന് കോടതി കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നതാണ്. എന്തായാലും ഇന്ന് 16 പ്രതികളും ഹാജരായിട്ടുണ്ട്. 17 വിചാരണ തീയതി തീരുമാനിക്കും. അന്നാണ് സാക്ഷി വിസ്താരത്തിൽ സമയക്രമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ 17 തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുന്ന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് 4 മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും തുടർ ദിവസങ്ങളിൽ 17-ാം തീയതി വിചാരണയ്ക്കുള്ള തീയതി തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും സാക്ഷി വിസ്താരത്തിനുള്ള സമയക്രമം 17-ന് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പ്രതികളെല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. മുട്ടിൽ മരമുറി കേസിലെ വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18-ന് ഹാജരാകാനാണ് നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. 1-ാം പ്രതി റോജി അഗസ്റ്റിൻ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. ഡാനി പോളുണ്ട് വിവരങ്ങളുമായി. ഡാനി, എന്തൊക്കെയാണ് ഇന്ന് കേസിൽ നടന്ന നടപടികൾ? രേണുക, ഈ കേസിൽ 2021-ലാണ് കരിമുകളിലുള്ള എറണാകുളം കരിമുകളിലുള്ള മലബാർ ടെമ്പേഴ്സിനോട് എം അലിയാർ ഒരു കേസ് സമർപ്പിക്കുന്ന ഒരു പരാതി നൽകുന്നത്. അതിന് പരാതി എന്ന് പറയുന്നത് ഇവർ ഈ മലബാർ ടെമ്പേഴ്സിന് വിറ്റ മരങ്ങൾ, വയനാട്ടിൽ നിന്ന് മുറിച്ച ഈട്ടി മരങ്ങൾ, ഇത് നിയമാനുസൃതമല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, നിയമാനുസൃതമല്ല എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഒരു പരാതി നൽകുന്നത്. തന്നെ കബളിപ്പിച്ചു, വഞ്ചിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തുടർച്ചയായ നടപടിയടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോകുന്നത്. മുട്ടിൽ മരമുറിയിൽ വഞ്ചന കുറ്റമാണ് ഈ പറഞ്ഞ കേസിലുള്ളത്, ഇപ്പോൾ ഉള്ള നടപടിയിലുള്ളത്. ഇതിൽ ഈ മാസം 6-നും അതോടൊപ്പം തന്നെ 10-നുമാണ് ഇവരോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ആരും തന്നെ ഹാജരായിരുന്നില്ല. അഗസ്റ്റിൻ പ്രദേശ് എന്നറിയപ്പെടുന്ന ഇവരാരും തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡോ അഗസ്റ്റിനോ ജോസൂട്ടി അഗസ്റ്റിനോ, ഇന്ന് ഹാജരായ റോജി അഗസ്റ്റിനോ ആരും തന്നെ ഹാജരായിരുന്നില്ല. അതിനുശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇതിൽ ജോസൂട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാകുകയും പിന്നീട് അതിൻ്റെ തുടർ നടപടിയായി ജാമ്യം നേടുകയും ചെയ്തത്. അന്ന് ഹാജരാകാതിരുന്ന 1-ാം പ്രതിയായ റോജി അഗസ്റ്റിനാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുകയും തുടർന്ന് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ തുടർച്ചയായി ഇനി കേസ് പരിഗണിക്കുന്ന വേളയിൽ 18-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് മൂവരും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇവർക്കെതിരായ കുറ്റങ്ങളടക്കം, ഇതിൽ കേസിൻ്റെ തുടർ നടപടികളടക്കം കോടതി പറയുകയും ചെയ്യും. കുറ്റങ്ങൾ ഇവരെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യും. ഏതായാലും ഈ കേസിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വഞ്ചന കേസാണ് ഇത്. മലബാർ ടെമ്പേഴ്സ് എന്ന് പറഞ്ഞ എം അലിയാർ എന്ന് പറയുന്നയാൾ തന്നെ വഞ്ചിച്ചു. ഈ കേസിൽ അനധികൃതമായി മുറിച്ച മരങ്ങളാണ് തനിക്ക് വിറ്റത്, ഇത് തന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിക്ക് അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായ നടപടിയാണ് ഇപ്പോൾ ചോറ്റാനിക്കര കോടതിയിൽ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1-ാം പ്രതിയായ റോജി അഗസ്റ്റിൻ ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ജാമ്യം നേടുകയും ചെയ്തത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. വൻ നഴ്സിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് പിടിയിലായി. ചങ്ങനാശ്ശേരി സ്വദേശിയും കനേഡിയൻ പൗരനുമായ ജെയിംസ് കുട്ടി കുര്യാക്കോസിനെയാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം 55ഓളം കേസുകളുണ്ട്. ഇയാളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇയാൾ നേരിട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഇയാളുടെ പരസ്യം കണ്ട്, ഇയാൾക്ക് ഒരുപാട് ഓഫീസുകളുണ്ട് കേരളത്തിൽ തന്നെ, പിന്നെ കേരളത്തിന് പുറത്തുമുണ്ട്. ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വെച്ചിരിക്കുകയാണ്. അവർ സാർ എന്ന് പറഞ്ഞ് നമ്മളെ നിരന്തരം അങ്ങോട്ട് ആകർഷിച്ച് പൈസ മേടിക്കുക, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലയിൽ വീഴ്ത്തുകയാണ്. അത് ഡ്രൈവർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, പിന്നെ പഠിക്കാൻ പോകുന്ന പിള്ളേരില്ലേ, അവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന പുള്ളിയുടെ മകനെ ഒരു വിദേശത്ത്, ഇവർക്കാർക്കും ആ കോളേജായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ കൊണ്ടുപോയിട്ട് കോളേജിൽ റിസപ്ഷനിൽ അവിടെ കണ്ടുകൊണ്ടിരുത്തി വെച്ച് ഇവരങ്ങ് പോയി. 73ഓളം പേരിൽ നിന്നായി 4 കോടി രൂപയോളം ഇയാൾ കബളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ സ്ഥലത്ത് നാട്ടിൽ വന്നത് മനസ്സിലാക്കുന്നത് അയാളുടെ 2 പ്രോപ്പർട്ടി നാട്ടിലുണ്ട്, അത് വിറ്റ് പൈസയായിട്ട് തിരിച്ചു പോകാനായിട്ടാണ് വന്നത്. അതിൻ്റെ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു പോലീസിൻ്റെ വലയിലാകുന്നത്. കൂടുതലായി അന്വേഷിച്ചതിൽ ഇയാൾക്ക് 73 പരാതിയും
18 എഫ്ഐആറും ഇയാൾക്കെതിരെ നിലവിൽ കേരളത്തിൽ പല സ്റ്റേഷനിലും ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി നഴ്സുമാരിൽ നിന്ന് പണം വാങ്ങി കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറ്റിച്ച പ്രതിയെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ജെയിംസ് കുട്ടി കുര്യാക്കോസ്. 64 വയസ്സാണ് ഇയാൾക്കുള്ളത്. കനേഡിയൻ പൗരത്വമാണ് ഇയാൾ പിന്നീട് നേടിയെടുത്തിട്ടുള്ളത്. ഇയാളെയാണ് ചിങ്ങവനം പോലീസ് ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ സഹായത്തോടുകൂടി പിടികൂടിയിരിക്കുന്നത്. ഈ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 55ഓളം കേസുകളാണുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഓരോരുത്തരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ഏതാണ്ട് 4 കോടിയോളം രൂപയുടെ തട്ടിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് ഒരു ഘട്ടത്തിൽ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ കാനഡയിലേക്ക് മാറുകയായിരുന്നു. കാനഡയിലും ഇയാൾക്കെതിരെ കേസുകൾ വന്നതോടെയാണ് അയാൾ നിക്കക്കളിയില്ലാതെ രാജ്യം വിടുന്ന അവസ്ഥ വന്നത്. കൊച്ചി പനങ്ങാടാണ് ഇയാൾ താമസിച്ചിരുന്നത്. അവിടെയായിരുന്നു ഒരു പുതിയ വിലാസം ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് കുറേ കാലമായി ഇയാളെ തിരയുകയായിരുന്നു. 4-5 വർഷമായി തന്നെ പണം കൊടുത്ത് ഈ ജോലി കിട്ടാതെ വന്ന ആളുകളുണ്ട്. കനേഡിയയിൽ വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു ഇയാളുടെ തട്ടിപ്പുകൾ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് 12ഓളം പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കേസുകൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഒരുപാട് ആളുകൾ അവരുടെ കുടുംബം തന്നെ ഫലത്തിൽ സാമ്പത്തികമായി തകരുന്ന നിലയിലേക്ക് എത്തുന്നതായിരുന്നു ഇയാളുടെ ഒരു ഫലത്തിൽ. ഇയാളുടെ തട്ടിപ്പ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ തട്ടിപ്പിന് ഇരയായവരെ സംബന്ധിച്ച് ഒരു പരിധിവരെ ഒരു ആശ്വാസമായി മാറുകയാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് അയൽവാസി യുവാവിനെ വെട്ടിക്കൊന്നു. നെല്ലിവിള ഭാഗം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽ കുമാർ പോലീസ് പിടിയിലായി. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയും. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു. രണ്ടുപേർ തമ്മിൽ മദ്യപിക്കുകയും ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരാൾ വെട്ടേറ്റ് കിടക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ 30 വയസ്സുകാരനായ ആദർശാണ്. ആദർശിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സുനിൽകുമാർ എന്നാണ് പ്രതിയുടെ പേര്. പ്രതിയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇരുവരും തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് പുത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുനിൽകുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണ് ഇത്തരത്തിലുള്ള ഈ കൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുവരും തമ്മിൽ മദ്യപിച്ചിരുന്നു. മദ്യപാനത്തെ ചൊല്ലി വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വാക്കുതർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അത് പിന്നെ കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് എന്നറിയുന്നത്. കൃത്യത്തിന് ഉപയോഗിച്ച കോടാലിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് മൃതശരീരം കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിക്കും. അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. തുടർ നടപടികൾക്ക് ശേഷമാകും ബന്ധുമിത്രാദികൾക്ക് മൃതശരീരം വിട്ടു നൽകുക. എന്തായാലും ഈ ആദർശിൻ്റെ വിയോഗം നാട്ടുകാരെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ആദർശ് ഈ തൊട്ടടുത്താണ് ആദർശിൻ്റെ വീട്. ആദർശിൻ്റെ വീടും ഈ സുനിൽകുമാറിൻ്റെ വീടും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. ഇരുവരും തമ്മിൽ മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. എസ് വിനീഷ്, ന്യൂസ് 18 കൊല്ലം. മിൽമ പാൽ വില വർധന അനിവാര്യമായിരുന്നുവെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ കാലത്തും പാലിന്റെ വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനാവില്ല. മറ്റു വഴികൾ നോക്കുന്നുണ്ട്. നെയ് ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മിൽമയുടെ വില വർധനവ് ആ സാഹചര്യത്തിൽ അനിവാര്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് എടുത്ത തീരുമാനമാണെങ്കിൽ പോലും കർഷകരെ സഹായിക്കാൻ ആ 4 രൂപ വർദ്ധിപ്പിച്ചതിൽ 3.5 രൂപയും കർഷകർക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സാധാരണ വില വർധന ഉണ്ടാകുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് ആ വർധനവ് അപ്പോൾ അനിവാര്യമായിരുന്നു. പക്ഷേ എല്ലാ കാലത്തും നമുക്ക് പാലിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് മറ്റ് മാർഗങ്ങളിലൂടെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് വകുപ്പ് ചെയ്യുന്നത്. 3 വർഷത്തിനപ്പുറം 1 കോടി ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓണം വരും മുൻപേ നേന്ത്രക്കായയുടെ വില കുത്തനെ ഉയരുകയാണ്. കിലോയ്ക്ക് 65 രൂപയാണ് നേന്ത്രക്കായയുടെ മലപ്പുറത്തെ മൊത്ത വിപണിയിലെ ഇപ്പോഴത്തെ വില. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇതിന് 75-ന് മുകളിലേക്ക് വരും. നാടൻ പഴം വിപണിയിൽ എത്താത്തതാണ് വില വർധനവിന് കാരണമെന്നാണ് പറയുന്നത്.
ഇനിയുള്ള ദിവസങ്ങളിലും വില കൂടുമെന്നിരിക്കെ ഓണം വിപണിയിൽ നേന്ത്രവിഭവങ്ങൾക്കും വില ഉയരുമെന്നാണ് റിപ്പോർട്ട്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ഓണം വരുന്നതിന് മുമ്പ് തന്നെ നേന്ത്ര വിപണിയിൽ വലിയ വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ നേന്ത്രയുടെ മൊത്ത കച്ചവട കേന്ദ്രത്തിലാണ്. കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് നല്ല വിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് നാസർക്ക പറയുന്നത്. നാസർക്ക, എങ്ങനെയുണ്ട് വില ഇപ്പോൾ? വില അത്യാവശ്യം നല്ല കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലെവലില്ലാതെ കൂടുതലാണ്. കാരണം 60 മേലെ ഹോൾസെയിൽ റേറ്റ് തന്നെ ആയിട്ടുണ്ട്. 63 ആ ലെവലിൽ ഇപ്പോൾ ഇന്നായിട്ടുണ്ട്. പക്ഷേ നാളത്തെ റേറ്റ് നാളെ പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ സാധാരണ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ മുന്നേ ഒന്ന് കുറയല്, ഓണത്തിന് അടുപ്പിച്ചൊന്ന് കുറയലുണ്ട്. പക്ഷേ ഈ പോക്ക് കണ്ടിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം നാട്ടിലെ കായ് വളരെ കുറവാണ്. പിന്നെ നാട്ടിൽ ഈ പന്നി ശല്യം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുമ്പോയി നമ്മൾ അടുത്ത പ്രദേശത്തൊന്നും വായ വെക്കണില്ല. ഇപ്പോൾ വളരെ കുറവാണ്. അതിപ്പോൾ എന്തായാലും ഒരു 75 എന്തായാലും ഇപ്പം ഉണ്ടാവും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓണത്തിന് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല, പറയാൻ വയ്യ. കാരണം കൃഷി വളരെ കുറവാണ്. കാരണം വളത്തിൻ്റെ വില കൂടുതലും അങ്ങനെ കാരണമൊക്കെ ഇവിടെ ആൾക്കാർ അതാ പറയുന്നത് നമ്മളോട്. പിന്നെ ഇത് സത്യമംഗലം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. സ്വർണ്ണമുഖി ആ ലെവലിലുള്ള കന്നുകളാണ് അവിടെ വരിക. കുറച്ച് വെയിറ്റ് കൂടുതലുള്ള കന്നുകളാണ് വരിക. ഇപ്പോൾ പൊതുവെ ഇവിടെ നാട്ടിലും പോയി ഈ തന്നെ വെക്കേണ്ടത്. ശരിക്കും നാട്ടിൽ പഴയ നാടൻ കായ്പില്ല, വളരെ കുറവാണ്. അപ്പോൾ ഫുള്ള് ഈ ഇത് വെയിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇത് സമയം കൂടുതലും വരും. ഒരു 12 മാസം സമയം എടുക്കുന്നുണ്ടാവാൻ. ആ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ ഈ സീസണിൽ അതും വന്നിരിക്കണ്. ഓണക്കാലത്ത് നല്ല നിറമുള്ള പഴത്തിനൊക്കെയാണല്ലോ ഡിമാൻഡ്. അത് എവിടുന്ന് അധികം വരുന്നത്? ഇപ്പോൾ മേട്ടുപ്പാളയാണ് വരുന്നത്. ഈ സത്യമംഗലം കുഴപ്പമില്ല, പക്ഷെ അതിലേറെ ഒന്നും കൂടി നന്നാവും മേട്ടുപ്പാളയാണ്. അതിപ്പോൾ നാളെ നമുക്ക് വരാനുള്ള മേട്ടുപ്പാളയാണ്. ഇനി നാളത്തെ ലോഡ് അതാണ്. ഏകദേശം ഒക്കെ കൂടെ തന്നെയാണ്. ഒരേ റേറ്റ് ആയിട്ട് തന്നെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ക്വാളിറ്റി ഉള്ളത് മേട്ടുപ്പാളയാണ് ഒന്നുകൂടി. നാട്ടിൽ നിന്നുള്ള ഇതൊന്നും തീരെ വരുന്നില്ല ഇപ്പോൾ. നാട്ടിൽ നമുക്കിവിടെ അടുത്ത പ്രദേശത്തൊന്നും വളരെ കുറവ്. അതായത് 10% മാറി. കാരണം ഓണത്തിന് നമ്മൾ നാടനെ പ്രതീക്ഷിച്ച് നിന്നിട്ട് ആ നാടൻ ഇക്കുറി ഇല്ല. കാരണം കുറഞ്ഞൊരാൾക്കാർ വെച്ചുള്ളതുണ്ടാവുള്ളൂ. പിന്നെ ഇതന്നെ നാട്ടിലെ ഇരുമ്പുഴി ഭാഗത്തൊക്കെ മെയിൻ പന്നി ശല്യമാണ്. അതാണ് അവർ പറയുന്നത്. കാരണം വായ ഇതാകുമ്പോൾ തന്നെ കുത്തി ഒന്നായിട്ട് മറിച്ച് ഇതാവണം. ഓണം കണക്കാക്കി ഉണ്ടാക്കണവരുണ്ടാവുമല്ലോ. അതെ. ഇപ്പോൾ ഈ ഒരു വിഷയമാണ് എല്ലാവരും പറയുന്നത്. ഈ നേന്ത്രയ്ക്ക് മാത്രമാണോ വില? ഞാലിപ്പൂനൊക്കെ എങ്ങനെയാണ്? ഞാലിപ്പൂൻ നല്ല ഞാലി, ഫസ്റ്റ് ക്വാളിറ്റി ഞാലിക്ക് നല്ല റേറ്റാണ്. ഏകദേശം ഒരു 80 രൂപ 75 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഞാലി അതെ 75-80 ലെവലിൽ വരും ഇപ്പോൾ കടയിൽ. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ആവറേജ് കായ വെക്കുക, അത് ചിലപ്പോൾ ചെറിയൊരു കുറവുണ്ടാവും. അപ്പോൾ അവർ എന്തായാലും 80-ന് വിൽക്കേണ്ടി വരും. എൻ്റെ അടുത്തേക്ക് പോകാൻ നല്ല ഞാലാണ് ഇപ്പോഴേ ഓൾറെഡി ആയി കഴിഞ്ഞു. പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ളതല്ലാതെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതൊക്കെ കൊടുന്ന് ഇതാവാണ്. അത് ഏറ്റവും ടോപ്പ് കായ് എക്സ്പോർട്ടിങ് ഞാലിക്കൊക്കെ നല്ല റേറ്റാണ്. നല്ല പഴം ഇന്ന രീതിയിലുള്ള പഴം വേണമെന്നൊക്കെ പറഞ്ഞ ഡിമാൻഡ് വരുന്നുണ്ടോ? ഇതിപ്പോൾ പഴം നല്ല തന്നെ വരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കളർ എങ്ങനെ വേണമെന്നിപ്പോൾ പറയാൻ കഴിയൂല. കാരണം സാധനം കമ്മിയാണ് പൊതുവെ. അപ്പോൾ ഉള്ളത് കുഴപ്പമില്ല. മേട്ടുപ്പാളയം സത്യമംഗലം നല്ല ഫുൾ ടൈം കായുണ്ട്. ഒരു വർഷം ഫുള്ള് ഒരു ഏരിയ കഴിഞ്ഞാൽ മറ്റേ ഏരിയയിലുണ്ടാവും. അത് അവിടെ സ്റ്റോപ്പില്ല, നിൽക്കൂല, ഫുൾ ടൈം കായ. ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ കിലോയ്ക്ക് 75-80 എന്നൊക്കെ പറയുമ്പോൾ ചിപ്സിന്റെ വിലയും അതേപോലെ പഴത്തിന്റെ വിലയൊക്കെ എല്ലാം കൂടുതൽ. ചിപ്സ് നല്ല റേറ്റ് ആവും. ചിപ്സ് കൂടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും കൂടും. അപ്പോൾ ചിപ്സിന് ഇപ്പോൾ ഓൾറെഡി എന്തായാലും നല്ല കയറ്റം കയറും. കാരണം സാധാരണ പറയാം ഓണത്തിന് മുന്നൊരു കുറയലുണ്ട്. ഓണം അടുപ്പിച്ച് ഈ പോക്ക് പോകണമെങ്കിൽ എനിക്ക് അതിന് ചാൻസ് തോന്നുന്നില്ല. കാരണം ഓണത്തിന് എല്ലാവരും പിടിച്ചു വെക്കും, ഓണത്തിന് കൂടും എന്നുള്ളതിൽ. പിന്നെ ആ ടൈമിൽ ഒന്നായിട്ട് വെട്ടുമ്പോൾ ഒന്ന് കുറയലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിലൊന്നും കായില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്കില്ല. ഓണവിപണി കൈ പൊള്ളുമെന്ന് സൂചനകൾ തന്നെയാണ് തരുന്നത്. കാരണം ഓണത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ മൊത്തമായിട്ടുള്ള ഈ പഴത്തിൻ്റെ നേന്ത്രയുടെ വില തന്നെ 65-ന് മുകളിലേക്ക് എത്തുന്നു. അത് ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ 75-80 ഒക്കെ ആവും. അങ്ങനെ നോക്കുമ്പോൾ ചിപ്സിൻ്റെ വില കൂടും, അതേപോലെ നേന്ത്ര പഴത്തിൻ്റെ വില കൂടും. അങ്ങനെ എല്ലാം കൊണ്ടും ഓണത്തിന് നേന്ത്ര കൈ പൊള്ളിക്കുമെന്ന സൂചന തന്നെയാണ് വിപണന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിൽ നോക്കാം. ഖനന നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനം. തീരുമാനം കേരളത്തെ ബാധിക്കുന്നതെന്നും സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ.
വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി. ഓഗസ്റ്റ് 18-ന് ചരക്ക് നീക്കം തുടങ്ങും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ആയില്ലെന്നും വി.ഡി. സതീശൻ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി അധിക സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ദുരിതബാധിതർക്ക് 2 ലക്ഷം അധിക സഹായം നൽകും. ഇതിനായി ഫണ്ട് അനുവദിച്ചതായി മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വനിതകളുടെ ഒത്തുചേരൽ നടത്താൻ വനിതാ ശിശുവികസന വകുപ്പ്. റിസർച്ച് സേവ് വുമൺ സേവ് കേരള എന്ന പേരിലാണ് പരിപാടി. ഓഗസ്റ്റ് 14 രാത്രി 9:30 മുതൽ ഓഗസ്റ്റ് 15 പുലർച്ചെ 1 വരെയാണ് പരിപാടി. നടൻ മധു, ശ്രീകുമാരൻ തമ്പി, മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ, ഒളിമ്പ്യൻ പത്മഭൂഷൺ PR ശ്രീജേഷ് എന്നിവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാൻ തീരുമാനം. ഇന്ന് ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. കെ രാധാകൃഷ്ണന് ഓണററി DSc ബിരുദവും മറ്റ് 3 പേർക്കും ഓണററി ഡിലിറ്റ് ബിരുദവും നൽകും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പാളയാർ ചാവടിപ്പാറയിൽ ട്രാക്ക് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് 2 ആനകൾ ചരിഞ്ഞു. അപകടം പുതുപ്പതി റെയിൽവേ ട്രാക്കിന് സമീപം. രാത്രി 12:30യോടെയാണ് അപകടം. കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിലേക്ക് മറിഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. റോഡിലേക്ക് പടർന്നു കയറിയ കാട് ഒഴിവാക്കി പോകുന്നതിനിടെയാണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞത്. മൂവാറ്റുപുഴ കോലഞ്ചേരിയിൽ കാറിന് പിന്നിൽ സ്കൂട്ടറിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. ഇന്നലെ രാത്രിയാണ് അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടപ്പാളിൽ ബസ്സിടിച്ച് കാൽനടയാത്രികൻ മരിച്ചു. ഒരാളുടെ നില ഗുരുതരം. മേൽപ്പാലത്തിന് സമീപം റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ആളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിയുടെ ആഘാതത്തിന് ശേഷം നിയന്ത്രണം വിട്ട ബസ് തൊട്ടടുത്ത മറ്റൊരു ബസ്സിലും ഓട്ടോയിലും ഇടിച്ചും അപകടമുണ്ടായി. കാട്ടാക്കട ചെട്ടിവിളാകത്ത് കക്കൂസ് മാലിന്യം തോട്ടിലൊഴുക്കി. സമീപത്ത് റബ്ബർ പാൽ എടുക്കാൻ വന്നയാൾ ശബ്ദം കേട്ട് നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി. ഇതിനിടെ വാഹനവുമായി കടന്നു കളയാൻ ശ്രമിച്ചുവെങ്കിലും വാഹനം കുഴിയിൽ വീണു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടു. കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം. മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിക്കൊടുവിൽ പ്രതി പിടിയിലായി. നീലേശ്വരം ബങ്കളം സ്വദേശി PV രതീഷാണ് കസ്റ്റഡിയിലായത്. ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും രാത്രിയോടെ 112 എന്ന നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക. ഇന്ത്യക്കാർക്ക് സൗജന്യ ടൂറിസ്റ്റ് വിസ പ്രഖ്യാപിച്ച് അബുദാബി. അബുദാബി ടൂറിസം അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ ആൻഡ് ടൂറിസം പദ്ധതി പ്രകാരമാണ് വിസ നൽകുന്നത്. യോഗ്യരായ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് അബുദാബി ഹോളിഡേ പാക്കേജുകൾ ബുക്ക് ചെയ്യുമ്പോൾ UAE എൻട്രി വിസ സൗജന്യമായി ലഭിക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,680 രൂപ, പവന് 93,440 രൂപ. വെള്ളി ഗ്രാമിന് 255 രൂപ, കിലോയ്ക്ക് 2,55,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പാലക്കാട് പട്ടാമ്പിയിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നേരെയാക്കാത്തതിൽ MLAയുടെയും ചെയർമാന്റെയും കൌൺസിലറുടെയും പേരിൽ വാഴ വെച്ച് BJPയുടെ പ്രതിഷേധം. നഗരത്തിലെ പന്തക്കൽ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴ വെച്ചത്. പട്ടാമ്പി
നഗരഹൃദയത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പന്തക്കൽ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ കുഴിയെടുത്ത് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ കഴിഞ്ഞതോടെ തകർച്ച രൂക്ഷമായി. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ വരുന്ന വഴിയാണിത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയത്. MLA, ചെയർമാൻ, കൗൺസിലർ എന്നിങ്ങനെയുള്ള വാഴകൾ കുഴിയിൽ വച്ചായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ കൗൺസിലർക്കും ചെയർമാനും MLA ഒത്താശ ചെയ്യുകയാണെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറു കുട്ടികളടക്കം ഓട്ടോറിക്ഷകളിലും സ്കൂൾ വാനുകളിലുമായിട്ട് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനെ കാണാതെ ഇരിക്കുന്നത് നമ്മളെ കൗൺസിലറും നമ്മളെ ചെയർമാനും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ MLAയുമാണ്. വലിയ വരുമാനമുള്ള നഗരസഭ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് യാതൊന്നും ചെയ്യുന്നില്ലെന്നും നേതാക്കൾ ആക്ഷേപമുന്നയിച്ചു. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ. ഒരു വർഷത്തിൽ വലിയൊരു എമൗണ്ടാണ് ജനങ്ങളുടെ തന്നെ ടാക്സായി മാത്രം പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. ഈ കിട്ടുന്ന നികുതി പണം യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപയോഗിക്കാണ്ട് തോന്നിയ പോലെ നഗരസഭ ചെലവാക്കുകയാണ്. ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യത്തിനും ഈ ഫണ്ട് നഗരസഭ ഉപയോഗിക്കുന്നില്ല. സ്കൂളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണിത്. പട്ടാമ്പി നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അങ്ങനെയുള്ള റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് യാതൊരു വിലയും അധികൃതർ നൽകുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലൂടെ പോകുന്ന പട്ടാമ്പി ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായി. അനവധി കുട്ടികൾ ഈ വഴിയിലൂടെ പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ പോകുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ ഈ പ്രദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് നഗരസഭ ഒരു വിലയും നൽകുന്നില്ല. നിലവിൽ 3 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാത ഭൂരിഭാഗം പ്രദേശങ്ങളിലും തകർന്നു കിടക്കുകയാണ്. മഴ പെയ്താൽ കുഴികളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളി തെറിക്കുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഴികൾ അടയ്ക്കാനുള്ള നടപടികളെങ്കിലും സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മട്ടുപ്പാവ് കർഷകർക്കുള്ള കൃഷി വകുപ്പിന്റെ അവാർഡ് നേടിയത് ഒരു ചങ്ങനാശ്ശേരിക്കാരിയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശിനി അനിത M. കാസിം. തന്റെ 1200 സ്ക്വയർ ഫീറ്റ് മട്ടുപ്പാവിലെ അനിതയുടെ കൃഷി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കൃഷി മാത്രമല്ല, അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനിത നിർമ്മിക്കുന്നുണ്ട്. റിപ്പോർട്ടോടുകൂടി പകൽവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലെ ഒരു മട്ടുപ്പാവിലാണ്. ഈ മട്ടുപ്പാവ് നിറയെ കൃഷിയാണ്. ഈ കൃഷി സ്വന്തം ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു അവാർഡിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിനി അനിത M. കാസിം. വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾക്കും നമുക്കും കഴിക്കാനായിട്ട് വേണ്ടി ഞാനൊരു 10 ബാഗിലായിട്ട് തുടങ്ങിയ കൃഷിയാണ്. പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൊക്കെ ചേർന്നു. അവിടെയുള്ള വലിയ വലിയ കർഷകർ ചെയ്യുന്ന കൃഷികളൊക്കെ കണ്ടു. നല്ല കർഷകരുടെ വീടുകളിൽ പോയി അവരുടെ കൃഷി രീതികൾ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ഞാൻ 10 എന്നുള്ളത് കൂടുതൽ ഉത്സാഹമായി വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് 10, 20ആയി, 20-30ആയി. അങ്ങനെ ഇന്നത് ഒരു 1000ഓളം ബാഗുകളിൽ എത്തി നിൽക്കുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊരു 5 ഡ്രമ്മിലായിട്ട് വെച്ചിട്ടുണ്ട്.
ഇത് 3 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ പിങ്ക് കളറിലത്, വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് കളറ്. ഇതിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എനിക്ക് കിട്ടാറുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മൾ ഒരിക്കലേ അത് വാങ്ങുകയുള്ളൂ. പക്ഷേ ഇത് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കണമെന്നും പിന്നെ അത് ഒന്നുകൂടെ നട്ട് വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഇത് കുക്കുംബറുടെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രൗൺ കുക്കുംബറുണ്ട്, സാദാ ഗ്രീൻ ഉണ്ട്, പിന്നെ സാനിയ കുക്കുംബറുണ്ട്. ഇത് സാനിയ ഇനത്തിൽപ്പെട്ട ഒരു കുക്കുംബറാണ്, ഗ്രീൻ, നല്ല ഗ്രീൻ കളറിലെ കുക്കുംബർ. അപ്പോൾ അങ്ങനെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. വൻതേനീച്ചയുടെ 3 കൂടാണ് എനിക്കുള്ളത്. അതിൽ ഒരെണ്ണം ഞാൻ ടെറസിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ ചെറുതേനീച്ചയുടെ ഒരു കൂട് ഞാൻ ടെറസിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോളിനേഷൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എൻ്റെ തോട്ടത്തിലുണ്ടാകുന്ന പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇത് എൻ്റെ മഞ്ഞളാണ്. മഞ്ഞൾ തന്നെ 3 ഇനത്തിൽപ്പെട്ടുള്ള മഞ്ഞളാണ് ഞാൻ ഇവിടെ വളർത്തിയേക്കുന്നത്. പ്രതിഭ മഞ്ഞൾ, നാടൻ ഇനം മഞ്ഞൾ, പിന്നെ വയനാടൻ ഇനം. അങ്ങനെ 3 ഇനം മഞ്ഞളാണ് ഞാൻ വളർത്തിയേക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയും വിപണനം ചെയ്യാനുള്ള പൊടിയും എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ഫേസ് പാക്കുകളിലും സോപ്പുകളിലും ഒക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പൊടിച്ച് വിപണനവും ചെയ്യാറുണ്ട്. ഇത് ഒരു 5-6 ബാഗുകളിലായിട്ട് ഞാൻ പേൾ മില്ലറ്റ് നട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്തുള്ള ധാരാളം പൂമ്പൊടി കണ്ടില്ലേ, ഈ പൂമ്പൊടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തേനീച്ചകൾ എത്രമാത്രം വന്നിരുന്ന് ആ പൂമ്പൊടി ശേഖരിക്കുന്നതെന്ന്. അപ്പം അവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് നട്ടിരിക്കുന്നത്. തക്കാളി 2 ഇനത്തിലുള്ള തക്കാളി ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ അത് ഇപ്പോൾ അത് കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇവർ എനിക്ക് കായ്ഫലം തരാറുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ വളർച്ചയിൽ ഞാൻ ചെയ്യുന്നത് പിന്നെ നട്ട് ഒരു കൈപ്പത്തി വലിപ്പമാകുമ്പോൾ തന്നെ ഇവരുടെ തലപ്പ് ഞാൻ നുള്ളിവിടും. പിന്നീട് വളർച്ചയുടെ സമയത്ത് ഞാൻ പിന്നെ നൈട്രജൻ വളങ്ങൾ ആണ് കൂടുതൽ കൊടുക്കുന്നത്. പൂവിടുന്ന സമയം തൊട്ട് ഞാൻ ഇവർക്ക് പൊട്ടാസ്യം കലർന്ന വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പഴത്തൊലി, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴത്തൊലി, പിന്നെ ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മിശ്രിതം ഉണ്ടാക്കി കൂടെ 1-2 ദിവസങ്ങളിൽ ഇവരുടെ ഇലകളിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു കായ്ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ പന്തൽ വിളകളൊക്കെ നമ്മൾ നടുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് നട്ട് ഇവരൊരു 15 ഇല പൊക്കത്തിൽ വരുമ്പോൾ ഞാൻ ഇവരുടെ നാമ്പ് നുള്ളി വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നുള്ളി വിടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ശിഖരങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൂടെയുള്ള ഈ നാമ്പ് നുള്ളൽ ചെയ്യുന്നത് കൊണ്ട് കൂടുതലും പെൺപൂക്കൾ ഇതിനകത്ത് ഉണ്ടായി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്കു നിന്നുള്ള ശിഖരങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടും. അത് നിർത്താൻ അനുവദിക്കത്തില്ല. പിന്നെ നമ്മുടെ കായ്ച്ചയുടെ ഒരു പിന്നെ കെണി തൂക്കിയിട്ടുണ്ട്. പിന്നെ കായ്ച്ച എല്ലാം ഇതിനകത്ത് വന്ന് പിന്നെ ഈ കെണിയിൽ അട്രാക്റ്റഡ് ആയിട്ട് ഈ കുപ്പിയിലേക്ക് വന്ന് വീഴുന്നു. പിന്നെ ഇവർക്ക് കായ്കൾ ഉണ്ടാകുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം ഞാൻ പിന്നെ ഉണ്ടാവുന്ന പൂവിടുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെ പേപ്പർ കൊണ്ട് ആദ്യം കവർ ചെയ്യും, പൂക്കൾ മാത്രം വെളിയിൽ നിർത്തി. പിന്നീട് പോളിനേഷൻ നടന്നതിന് ശേഷം ഞാൻ അവരെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകളിലാക്കി ആണ് പിന്നെ ഇടുന്നത്. വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് ആണിതെനിക്ക് പിന്നെ ഉണ്ടാക്കി തന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പോൺലൈനർ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സമയത്ത് ഇതിനകത്ത് ആദ്യത്തെ തവണ ഞാൻ വിളവെടുത്തപ്പോഴത്തേന് എനിക്ക് പിന്നെ 1 കിലോ 900 തൊട്ട് 1 കിലോയ്ക്ക് ഇടയ്ക്ക് വിളവ് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെ വെള്ളം പിന്നെ ഈ ഗ്രോ ബെഡിലേക്ക് അടിച്ച് കയറ്റുന്നത് മൂലം ഇതിൻ്റെ മീനിൻ്റെ വിസർജ്യം ഈ ചെടികൾ വളമായിട്ടെടുക്കുന്നു. ചെടികൾ വളമായിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫിൽട്ടർ ചെയ്ത് നേരെ ഈ പിന്നെ പോണ്ടിലേക്ക് എത്തുന്നു. പിന്നെ ഇവർക്ക് ഞാൻ തീറ്റയായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റാണ്. പെല്ലറ്റിനോടൊപ്പം തന്നെ നമ്മുടെ സോൾജിയർ ഫ്ലൈയുടെ ലാർവേനെയും കൂടെ പിന്നെ തീറ്റയായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വഴി എനിക്ക് വളരെയധികം ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഇവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിത ചേച്ചിയുടെ കാര്യങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഒരു അവാർഡ് എന്തുകൊണ്ട് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീടിന് ചുറ്റും ടെറസിലും എല്ലാം ഉള്ള കാര്യങ്ങൾ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.